നിലവിൽ ഇപ്പോൾ കാസർഗോഡ് മഴയില്ല. ഇന്നലെ അർദ്ധരാത്രി അതുപോലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടി പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ കാസർഗോഡിന്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ദുരിതങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. മധുവാഹിനിപ്പുഴ പൊതുവെ എല്ലാ സമയത്തും മഴക്കാലങ്ങളിലൊക്കെ തന്നെ വെള്ളം ഉയർന്നു വരുന്ന കരകവിഞ്ഞൊഴുകുന്ന ഒരു പ്രശ്നമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മധൂർ ക്ഷേത്രത്തിൽ സാധാരണയായി വെള്ളം കയറാറുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെയുള്ള പുഴ വഴിമാറി ഒഴുകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആകെ ദുരിതത്തിലാണ്. ഇപ്പോൾ നിലവിൽ പുതുതായി കിട്ടുന്ന ഒരു വിവരം, കാസർഗോഡ് കൊട്ടോടി ഗവൺമെന്റ് ഹൈസ്കൂളിന് ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. കുട്ടികൾക്കും മറ്റ് ആളുകൾക്കും ഒക്കെ തന്നെ സ്കൂളിലും ജോലിക്കൊക്കെ പോകാനുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ NH പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാവുന്നുണ്ട്. അതിനെ തുടർന്ന് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വലിയ വാഹനങ്ങളിലൊക്കെ തന്നെ സഞ്ചരിക്കുന്നവർ അത്തരത്തിലുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായുള്ള നിർദ്ദേശങ്ങളും അവർ നൽകുന്ന വിവരങ്ങളും അനുസരിച്ച് തന്നെ വേണം യാത്ര ചെയ്യാനുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വിവിധ ഇടങ്ങളിലായി മണ്ണിടിച്ചിലുണ്ടായി. വീടുകൾക്കൊക്കെ തന്നെ ചെറിയ തോതിലുള്ള പരിക്കുകൾ ഉണ്ടാകുന്ന, ആളുകൾക്ക് പരിക്കില്ലെങ്കിലും വീടുകൾക്ക് ചെറിയ രീതിയിൽ കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥ കൂടി ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. പൂജ. ശരി, സാരംഗാണ് കാസർഗോഡ് വിവരങ്ങളൊക്കെ നമുക്ക് തന്നത്. ഓറഞ്ച് അലേർട്ട് നിലനിന്നിരുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. അത് പിന്നെ കഴിഞ്ഞ ദിവസത്തെ അറിയിപ്പ് പ്രകാരം യെല്ലോ അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും വിവിധയിടങ്ങളിൽ മഴയുമായി ബന്ധപ്പെട്ട് ഉള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി പെയ്ത മഴയിലാണ് പലയിടങ്ങളിലും ഇങ്ങനെയൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെക്കുറിച്ചാണ് കൂടുതൽ സാരംഗ് നമ്മളടുത്ത് വിശദീകരിച്ചത്. കാസർഗോഡ് ഒരു സാഹചര്യം.